Good morning. Good morning, ma'am. Morning, Miss. Good morning, ma'am. Morning, ma'am. Good morning. അപ്പൊ നമ്മള് Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് കോഡ് ബ്ലൂ വരെയാണ് എടുത്തിരുന്നത് അല്ലെ? ഓക്കെ. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കോഡ് ബ്ലൂ? ഓർമ്മയുണ്ടോ? ഹാർട്ടുമായിട്ടല്ലേ, കാർഡിയാക് അറസ്റ്റ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് അതിനകത്ത് പറഞ്ഞത് എന്താണ്? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. കോഡ് ബ്ലൂ ഇസ് ദ മോസ്റ്റ് യൂണിവേഴ്സലി റെക്കഗ്നൈസ്ഡ് എമർജൻസി കോഡ് അല്ലെ? എന്താണ് എന്താണ് ഏറ്റവും സാർവത്രികമായിട്ട് കോഡ് ബ്ലൂ എന്ന് പറയുന്നത് ഏറ്റവും സാർവത്രികമായിട്ട് മോസ്റ്റ് യൂണിവേഴ്സലി അംഗീകരിക്കപ്പെട്ട ഒരു കോഡാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. കോഡ് ബ്ലൂ മീൻസ് ദാറ്റ് there is a medical emergency occurring within the hospital. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ് പറയുന്നത്? മീൻസ് ചെയ്യുന്നത് എന്താണ്? ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഇതാണ് കോഡ് ബ്ലൂവിൽ പറയുന്നത്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ അതിന്റെ റീസൺസ് എന്തൊക്കെയാവാം? കോഡ് ബ്ലൂവുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന റീസൺസ് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ് അല്ലെ? അതുപോലെ തന്നെ ഡേഞ്ചറസ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഹാർട്ട് റിതംസ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി റെസ്റ്റ്. ഇതൊക്കെയാണ് അതിന്റെ കോഡ് ബ്ലൂവുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് കോഡ് റെഡ്. എന്തായിരിക്കാം കോഡ് റെഡ്? ഫയർ അല്ലെ? ഫയറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കോഡ് റെഡ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാല് ഏത് കോഡാണ് അലേർട്ട് കൊടുക്കുന്നത്? കോഡ് റെഡ് എന്നുള്ള അലേർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ ഇനി ഹോസ്പിറ്റലിൽ ഇനി ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? റിമൈൻ കാമായിട്ട് നിൽക്കുക അല്ലെ? ശാന്തരാവുക. അതുപോലെ തന്നെ ഫോളോ ദ അക്രോണിയം RACE. അതിന്റെ ഫുൾ ഫോം അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന 4 കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോക്കാം കേട്ടോ. R എന്ന് പറഞ്ഞാല് റെസ്ക്യൂ ഓർ റിമൂവ്. ഇനി A എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സസ്. ഇനി C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫൈൻ. E എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റിംഗ്വിഷ്. അപ്പോ 4 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റെസ്ക്യൂ, ആക്സസ്, കൺഫൈൻ ആൻഡ് എക്സ്റ്റിംഗ്വിഷ്. ഓക്കെ. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്ക്യൂ എന്ന് പറഞ്ഞാല് എന്തായിരിക്കാം മീനിങ്? റെസ്ക്യൂ എന്ന് പറഞ്ഞാല് സേവ് അല്ലെ? രക്ഷിക്കുക അല്ലെ? രക്ഷിക്കുക. ഓർ റിമൂവ്. ഓക്കെ. റെസ്ക്യൂ എന്നും പറയും, അല്ലെങ്കിൽ റിമൂവ്. റിമൂവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീക്കുക അല്ലെ? നീക്കുക. അപ്പൊ ആർ മീൻ ചെയ്യുന്നത് റെസ്ക്യൂ ഓർ റിമൂവ് ആണ്. ഒഴിവാക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ അതിന്റെ ഷോർട്ട് ഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഷോർട്ട് ഫോം ആണ് RACE. ഇനി ആറിനെ അതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് റെസ്ക്യൂ ഓർ റിമൂവ്. A എന്ന് പറഞ്ഞാല് ആക്സസ് ആണ്. C എന്ന് പറഞ്ഞാല് കൺഫൈൻ. E എന്ന് പറഞ്ഞാല് എക്സ്റ്റിംഗ്വിഷ്. എക്സ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെടുത്തുക. ഓക്കെ. കെടുത്തുക. ഇനി നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. റെസ്ക്യൂ ഓർ റിമൂവ് anyone from immediate danger to the safe area. ഇനി എന്ത് ചെയ്യണം? ഒരു സേഫ് ഏരിയയിലോട്ടാക്കണം അല്ലെ? ഏതൊരാളെയും നമ്മള് ഇങ്ങനെയുള്ള ഫയർ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഡേഞ്ചർ ഏരിയയിൽ നിന്നും സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എന്ത് ചെയ്യണം? രക്ഷിക്കുകയോ അല്ലെങ്കിൽ നീക്കുകയോ ആവശ്യമുള്ള നീക്കുകയോ വേണം. ഇനി അസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിലയിരുത്തുക അല്ലെ? അസസ് ചെയ്യുക. അസസ്മെന്റ് നമ്മൾ വിലയിരുത്താറുണ്ട് അല്ലെ? അസസ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഒന്ന് വിലയിരുത്തി ആൻഡ് പുൾ ദ നിയറസ്റ്റ് ഫയർ അലാറം. എന്ത് ചെയ്യണം? ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത് വിലയിരുത്തുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുൾ
എന്താണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പുൾ പുഷ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അവിടെ ആ ഡോറിന്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ് വലിക്കുക. ഓക്കെ, പുൾ എന്ന് പറഞ്ഞാല് വലിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നിയറസ്റ്റ് ആയിട്ടുള്ള ഫയർ അലാറംസ് എന്ത് ചെയ്യാം? വലിക്കണം. ആൻഡ് കോണ്ടാക്ട് സ്വിച്ച് ബോർഡ് വിത്ത് കോഡ് ഓർ ക്യാമ്പസ് ഓർ ലൊക്കേഷൻ. ഇനി അലാറം വലിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കോണ്ടാക്ട് ചെയ്യണം. ആരെ? ആ നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞത് റിമൂവൽ അല്ലെ, റിമൂവൽ റെസ്ക്യൂ. ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്റ്റാഫോ ആരെങ്കിലും പേഷ്യന്റ് ആയാലും ആരെങ്കിലും ആയാലും ആ ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ കിടക്കുകയാണെങ്കിൽ അതിൽ നിന്നും സേഫ് ഏരിയയിലോട്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ സിറ്റുവേഷൻ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഫയർ അലാംസ് എന്ത് ചെയ്യണം? വലിക്കണം. അതിനുശേഷം ആ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെടണം. ഇനി എന്താണ്? കൺഫൈൻ. കൺഫൈൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ഫയർ ബി ക്ലോസിംഗ് ഓൾ ഡോർസ് ഓൾ വിൻഡോസ്. എന്ത് ചെയ്യണം? ഫയർ നടക്കുന്ന ഏരിയയിൽ എന്ത് ചെയ്യാം? ആ ഡോറും അതുപോലെ തന്നെ വിൻഡോസും ക്ലോസ് ചെയ്യണം. നിയന്ത്രിക്കണം. അതുപോലെ തന്നെ കൺഫൈൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? എക്സ്റ്റിങ്ക്വിഷ്. എക്സ്റ്റിങ്ക്വിഷ് എന്ന് പറഞ്ഞാൽ കെടുത്തുക അല്ലെ. എക്സ്റ്റിങ്ക്വിഷ് ദ ഫയർ ഓർ ഇവാക്യുവേറ്റ് ദ ഏരിയ. ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിപ്പിക്കുക. ആ ഏരിയയിൽ നിന്ന് ഒഴിപ്പിക്കുക, ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? തീ കെടുത്താനായിട്ട് ശ്രമിക്കുകയും വേണം. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? റെസ്ക്യൂ ഓർ റിമൂവ്, അസസ്, അതുപോലെ തന്നെ കൺഫൈൻ, അതുപോലെ എക്സ്റ്റിങ്ക്വിഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് PASS. ഓക്കെ, അതെന്താണ്? തീ കെടുത്താനായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തീ കെടുത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? P എന്ന് പറഞ്ഞാൽ എന്താണ്? പുൾ ദ പിൻ, പിൻവലിക്കണം. അതുപോലെ തന്നെ എന്താണ്? A എന്ന് പറഞ്ഞാല് നോസിൽ, നോസിൽ അറ്റ് ബേസ് ഓഫ് ഫയർ. നോസിൽ എന്ന് പറഞ്ഞാല് നമ്മള് ഈ പൈപ്പിലെ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിൽ അവിടെ എന്ത് ചെയ്യും? ഒരു സാധനം കണക്ട് ചെയ്യും അല്ലെ, കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇല്ലേ? പൈപ്പില് അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ അല്ലെ, ചെടികൾക്ക് വെള്ളമൊക്കെ നനയ്ക്കുമ്പോ ആ പൈപ്പിന്റെ അറ്റത്ത് നമ്മൾ ആ ബേസിൽ നമ്മൾ ചെയ്യാറുണ്ട്, ഒരു ഇത് കണക്ട് ചെയ്യാറില്ലേ, പ്ലാസ്റ്റിക്. ഓക്കെ, അത് തന്നെയാണ് നോസിൽ എന്ന് പറയുന്നത് കേട്ടോ. ആ നോസില് പൈപ്പിന്റെ അവിടെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സ്വിസ് അല്ലെ, സ്വിസ് ഹാൻഡിൽ. സ്വിസ് എന്ന് പറഞ്ഞാൽ അമർത്തണം. ഹാൻഡിൽ അമർത്തിക്കൊണ്ട് സ്വീപ് നോസിൽ സൈഡ് ടു സൈഡ്. എന്ത് ചെയ്യാ? സൈഡ് ടു സൈഡ് വെള്ളം അടിച്ച് ഫയർ കെടുത്താനായിട്ട് ശ്രമിക്കാം. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. PAS, പുൾ, എയിം, സ്വിസ് ആൻഡ് സ്വീപ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താണ് പറഞ്ഞത്? ഇനി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ബി അവെയർ ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ ഫയർ അലാം, പുൾ സ്റ്റേഷൻസ് and the fire extinguishers which are positioned near the stairwells in the hospitals. ഇവിടെ പറയുന്നത് ഓരോ സ്റ്റാഫിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്. ഫയർ എക്സ്റ്റിങ്ക്വിഷർ എവിടെയാണ്, അതുപോലെ തന്നെ എന്താണ് ഫയർ അലാം സ്റ്റേഷൻസ് എവിടെയാണെന്ന് നമ്മൾ നോക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പം കോണിപ്പടിയുടെ അടിയിലായിരിക്കാം ചിലപ്പോൾ അതിന്റെ ലൊക്കേഷൻ വരുന്നത്, ഫയറുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ലൊക്കേഷൻ. അപ്പൊ അതൊക്കെ നോക്കി കറക്റ്റ് ആക്കി അതിന്റെ റെസ്പോൺസിബിലിറ്റി എവിടെയാണ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് സ്റ്റേഷൻസ്, ഫയർ അലാം സ്റ്റേഷൻസ് എവിടെയാണ്, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ അത് എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? എന്താണ് പായം, അതുപോലെ തന്നെ തൊടരുത്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? അതൊക്കെ ഇനി കാണാത്തവരൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫയറുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. കോഡ് റെഡ് എന്താണ്? ഫയർ ഇൻ ദ ഹോസ്പിറ്റൽ. ഓക്കെ, വായിച്ചു
ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇനി നമുക്ക് നോക്കാം. വെൻ യു ഹിയർ എ ഫയർ അലാം, അലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫയർ അലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ആ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ഓൾ വിൻഡോസ് ആൻഡ് ഡോർസ്. എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം അല്ലെ, വിൻഡോസും ഡോർസും ക്ലോസ് ചെയ്യണം. ക്ലിയർ ദ ഹോൾവേസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് ഫർണിച്ചർ. എക്യുപ്മെന്റും ഫർണിച്ചറുകളുടെയും ഇടനാഴികളും വൃത്തിയാക്കാം. അതുപോലെ തന്നെ reassure patient and visitors. പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയൊക്കെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം അല്ലെ, ധൈര്യം കൊടുക്കുക. റിവ്യൂ പേഷ്യന്റ് സ്റ്റാറ്റസ് ഇൻ പ്രിപ്പറേഷൻ ഫോർ ആൻ ഇവാക്വേഷൻ. ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒഴിപ്പിക്കൽ അല്ലെ. നമ്മള് അവിടെ നിന്ന് ഫയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫയർ ബാധിച്ച സ്ഥലത്ത് നിന്ന് രോഗികളെയൊക്കെ നമ്മൾ ഒഴിപ്പിക്കുന്ന ടൈമില് രോഗികളുടെ അവസ്ഥ അല്ലെ, അവരുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ നമ്മള് എന്താണ് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ രോഗാവസ്ഥ എങ്ങനെയാണ്, അവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് അസസ് ചെയ്യണം. Return to regular duties once the all clear is announced. എന്താണ് all clear എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഡ്യൂട്ടിയിലേക്ക് മടങ്ങേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അവിടെ എല്ലാം വൃത്തിയാക്കി ഓൾ ക്ലിയർ ആയി എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഡ്യൂട്ടിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം? അവിടെയുള്ള സ്റ്റാഫുകള് മടങ്ങേണ്ടത് അത്യാവശ്യമാണ്. Turn on all the lights. ഇനി എന്ത് ചെയ്യണം? ഓൾ ക്ലിയർ ആയിട്ടല്ലേ, അപ്പോ ബാക്കി ലൈറ്റ്സുകളൊക്കെ ഓൺ ആക്കുക. ഡു നോട്ട് യൂസ് എലിവേറ്റർ. എലിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എലിവേറ്റർ ഓക്കെ, ലിഫ്റ്റ് ട്ടോ, ലിഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. Absolutely no unnecessary outgoing phone calls. Staff will assign someone to see by the telephone. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു അനാവശ്യമായിട്ടുള്ള ഫോൺ കോളുകൾ ഇവിടെ ആവശ്യമില്ല. ഇപ്പോ ഔട്ട്ഗോയിങ് ഫോൺ കോളുകൾ, നമ്മള് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ഫോൺ കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഔട്ട്ഗോയിങ് കോളുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കണം. അനാവശ്യമായിട്ട് ആരെയും കോൾ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ടെലിഫോണിന്റെ അവിടെ എന്ത് ചെയ്യണം? സുരക്ഷിതമായിട്ട്, അത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിനെ നിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്.
അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും വരുന്ന ഫോൺ അറ്റൻഡ് ചെയ്യാം, എവിടെയാണ് തീപിടുത്തം ഉണ്ടായത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ അറിയാനായിട്ട് പറ്റും. സ്റ്റാഫിനെ നിയോഗിക്കുന്നതിലൂടെ, അവിടെ നിർത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആ സ്റ്റാഫ് എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ട് ഔട്ട്ഗോയിങ് കോളുകൾ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ എന്താണ്, നമ്മുടെ ഈ സ്റ്റേഷനിലേക്ക് ലൊക്കേഷനിലേക്ക് വരുന്ന ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ കോളുകളോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫയർ അലാം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യം ഡോറും വിൻഡോസും ഒക്കെ ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, അതുപോലെ ഫർണിച്ചറിന്റെ എന്താണ് ഇടനാഴികളൊക്കെ ക്ലിയർ ആക്കാം. അതുപോലെ പേഷ്യൻസിനായാലും വിസിറ്റേഴ്സിനായാലും ഒരു എന്ത് കൊടുക്കണം, ധൈര്യം കൊടുക്കണം അല്ലെ. റീ അഷ്യൂർ എന്ന് പറഞ്ഞാല് ധൈര്യം കൊടുക്കുക. പിന്നെ റിവ്യൂ പേഷ്യന്റ് സ്റ്റാറ്റസ്, നമ്മളെ പേഷ്യൻസിനെ ഒഴിപ്പിക്കുന്ന അവിടെ നിന്ന് ഇപ്പോ ഫയർ ബാധിച്ച ആ ഒരു ലൊക്കേഷനിലേക്ക് ഒഴിപ്പിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാറ്റസ്, രോഗത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്, അവരുടെ അവസ്ഥ എന്താണെന്ന് അസസ് ചെയ്യണം. ഇനി ഓൾ ക്ലിയർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പഴയ ഡ്യൂട്ടിയിലോട്ട്, റെഗുലർ ആയിട്ടുള്ള ഡ്യൂട്ടിയിലോട്ട് മടങ്ങാവുന്നതാണ്. അതുപോലെ ലൈറ്റ് ഒക്കെ ഓൺ ആക്കാം. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ലിഫ്റ്റുകൾ യൂസ് ചെയ്യാൻ പാടില്ല. അനാവശ്യ കോളുകള് നമ്മൾ ഒഴിവാക്കണം, ഔട്ട് ഗോയിങ് കോളുകൾ ഒഴിവാക്കാം. അവിടെ ഒരു സ്റ്റാഫിനെ നിയോഗിക്കണം. ആ സ്റ്റാഫ് എന്ത് ചെയ്യണം, അനാവശ്യമായിട്ടുള്ള കോളുകൾ ഒഴിവാക്കാം. ഇങ്ങോട്ടേക്ക് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്, ഇങ്ങോട്ടേക്ക് നമ്മുടെ ഈ ലൊക്കേഷനിലേക്ക് വരുന്ന, സ്റ്റേഷനിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി എൻട്രിങ് ആൻഡ് affected room or zone. ഇനി നമ്മള് എന്ത് ചെയ്യണം, ആ ഒരു റൂമിലാണ് ഇപ്പോ ഫയർ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ റൂമിലോട്ട് കയറേണ്ടതിന്റെ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫീൽ ദ ഡോർ. ഇഫ് വാം ഓൺലി എൻറ്റർ ഇഫ്. എന്താണ്, ഒരു ചെറിയൊരു ചൂടാണെങ്കിൽ നമുക്ക് ആ ഡോറ് തൊട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചൂടുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താണ്, ആ റൂമിലേക്ക് പ്രവേശിക്കാം അല്ലെ. ഒരു റൂമിലാണ് ഫയർ ബാധിച്ചതെങ്കിൽ ആ ഡോറ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ചെറിയൊരു ചൂടുള്ളൂ, അപ്പൊ നമുക്ക് കിടക്കാനായിട്ട് പറ്റും എന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി. എന്താണ്, അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അല്ലെ. അങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ്, അവിടെ അകപ്പെട്ടു പോയ ആളുകളെ രക്ഷിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമുക്ക് എന്തായാലും ആ റൂമിലേക്ക് പ്രവേശിക്കേണ്ടത് അത്യാവശ്യമാണ്. യു ഹാവ് എ ഗുഡ് ചാൻസസ് ഓഫ് സേവിങ് ലൈഫ് അല്ലെ. നമുക്ക് അതിൽ അകപ്പെട്ടു പോയ, ആ റൂമില് അകപ്പെട്ടു പോയ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഡോറ് തൊട്ട് നോക്കിയിട്ട് ചൂട് കുറവാണെങ്കിൽ നമുക്കത് എന്താണ് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ അകപ്പെട്ടു പോയ ആളുകളെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഇഫ് ദ ഡോർ ഈസ് ഹോട്ട്, എന്ത് ചെയ്യണം, ഡോറ് വളരെ ചൂടാണെങ്കിൽ ഇത് ചെയ്യണം, ടു നോട്ട് എൻറ്റർ. നമുക്ക് അതിനകത്തോട്ട് കിടക്കാൻ പറ്റില്ല, നമുക്ക് വല്ല അപകടങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വളരെ ചൂടാണ്, നമുക്ക് കിടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. നമ്മൾ തൊട്ട് നോക്കി നമുക്ക് ഫീൽ ചെയ്യുകയാണ് വളരെ കുറവാണ്, നമുക്ക് കിടക്കാനുള്ള ചൂടുള്ളൂ, അങ്ങനെ പ്രവേശിക്കാനുള്ള ചൂടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിലെ ആ റൂമിലേക്ക് പ്രവേശിക്കുകയും അതിലൊക്കെ വിട്ടുപോയവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോഡ് ബ്രൗൺ. കോഡ് ബ്രൗൺ എന്താണ്? ഹസാർഡ്സ്, മെറ്റീരിയൽസ്, സ്പിൽ ഓർ ലീക്ക് അല്ലെ? മാരകമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ? മാരകമായിട്ടുള്ള ദുഷ്കരമായിട്ടുള്ള മെറ്റീരിയൽസ് തുളുമ്പി നിൽക്കുന്നതോ അല്ലെങ്കിൽ ലീക്ക് ആയതോ ആയിട്ടുള്ള അതിന്റെ കോഡാണ് എന്ത്? കോഡ് ബ്രൗൺ എന്ന് പറയുന്നത്. അതിന് 3 ലെവൽസ് ആണുള്ളത്. ഓക്കെ, മിസ് പറയുന്നത് ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ നെക്സ്റ്റ് 3 ലെവൽസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ നോക്കിയേ. ഡിപ്പാർട്ട്മെന്റൽ റെസ്പോൺസ് ഈസ് സ്മോൾ ആൻഡ് ക്യാൻ ബി ക്ലീൻഡ് അപ്പ്. ഡു നോട്ട് കോൾ കോഡ് ബ്രൗൺ. മിനിറ്റ്. Okay, departmental responses. Spill is small and cleaned by can be cleaned up. Do not call code brown. Consult with your supervisor for completion of a reporting in the risk management software. അപ്പൊ എന്താണ് ലെവൽ 1 പറയുന്നത്? ലെവൽ 1 നമുക്കറിയാം എന്താണ് കൂടിക്കൂടി ഇപ്പൊ ലെവൽ 2 ലെവൽ 3 ഒക്കെ ആകുമ്പോഴാണ് അതിന്റെ മാരകമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ തീവ്രത കൂടുന്നത് അല്ലെ? ലെവൽ 1 എന്ന് പറയുമ്പോൾ എന്താണ് കുറച്ച് വാതക ചോർച്ച ഉണ്ടാകുന്നുള്ളൂ ഇല്ലേ? നമുക്ക് ഓരോ ലെവലിലോട്ട് കടക്കുമ്പോഴാണ് അതിന്റെ തീവ്രത കൂടി വരുന്നത്. ലെവൽ 1 എന്ന് പറയുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ ചെറിയ അളവിലാണ് വാതക ചോർച്ച ഉണ്ടാകുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ഇപ്പൊ ചെറിയൊരു വാതക ചോർച്ച ഉണ്ടാകുമ്പോ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ക്ലീൻ ആക്കേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസ് ആണ്. ഓക്കെ, ചെറിയ രീതിയിൽ വാതക ചോർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഡിപ്പാർട്ട്മെന്റൽ റെസ്പോൺസ് ആണ് ആ ചോർച്ച ക്ലീൻ ആക്കേണ്ടത്. ക്ലിയർ ആയോ? ഡിപ്പാർട്ട്മെന്റൽ റെസ്പോൺസ് ആണ് ഫസ്റ്റ് ലെവൽ 1 പറയുന്നത്. അവരുടെ റെസ്പോൺസ് ആണ്, അവരുടെ ഡ്യൂട്ടിയാണ് അത് ക്ലീൻ ആക്കേണ്ടത്. ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഡു നോട്ട് കോൾ കോഡ് ബ്രൗൺ അല്ലെ? നമ്മള് ബ്രൗണിനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ചെറിയ രീതിയിലാണ് അല്ലെ? സ്മോൾ ലെവലിലാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആ ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസ് ആണ് അത് ക്ലീൻ ആക്കുക എന്നുള്ളത്. ഇനി എന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ ഒരു കോഡ് ഞാൻ പറഞ്ഞു, കോഡ് ബ്രൗൺ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റിസ്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറില് റിപ്പോർട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്
സൂപ്പർവൈസറുമായിട്ട് ബന്ധപ്പെടണം നമ്മൾ. ഓക്കെ, റിസ്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ റിപ്പോർട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ റിപ്പോർട്ട് നമ്മൾ ചെയ്യണം അല്ലെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം അല്ലെ. ഏതൊരു ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും നമ്മൾ എന്താണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അങ്ങനെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട്, ആ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലോട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസറെ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് ലെവൽ 1 പറയുന്നത്. ചെറിയ രീതിയിലാണ് വാതക ചോർച്ച ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ റെസ്പോൺസ് ആണ് അത് ക്ലീൻ ആക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഡു നോട്ട് കോൾ കോഡ് ഡൗൺ, അവിടെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഏതൊരു ചോർച്ചയും ചെറുതാവാം വലുതാവാം, അങ്ങനെ ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിലോട്ട് എൻ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസറോട് റിപ്പോർട്ട് ചെയ്യേണ്ടത്, സൂപ്പർവൈസറെ കോൺടാക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ ഫസ്റ്റ് ലെവല്? ഇനി നെക്സ്റ്റ് ആണ് ലെവൽ 2. ലെവൽ 2 എന്താണ്? കോഡ് ബ്രൗൺ ടീം റെസ്പോൺസ്. ഇനി ലെവൽ 2 ആരുടെ റെസ്പോൺസ് ആണ്? കോഡ് ബ്രൗൺ ടീം റെസ്പോൺസ് ആണ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ലെവലിൽ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റൽ റെസ്പോൺസ് ആണ്. ഇനി ലെവൽ 2 പറയുന്നത് കോഡ് ബ്രൗൺ ടീമിന്റെ റെസ്പോൺസ് ആണ് വാതക ചോർച്ച ക്ലീൻ ചെയ്യേണ്ടത് കേട്ടോ. ലാർജ് സ്കെയിൽ ദാറ്റ് റിക്വയർസ് സ്പെഷ്യൽ ക്ലീൻ അപ്പ് പ്രൊസീജിയർ ദ കോഡ് ബ്രൗൺ ടീം വിൽ റെസ്പോണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ എന്താണ്, വലിയ രീതിയിലുള്ള ചോർച്ചയാണെങ്കിൽ കോഡ് ബ്രൗൺ ടീം ആയിരിക്കണം, ടീമിന്റെ റെസ്പോൺസ് ആണ് അത് ക്ലീൻ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് ലെവലിൽ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റൽ റെസ്പോൺസ് ആണ്. സെക്കൻഡ് ലെവലിൽ പറയുന്നത് കോഡ് ബ്രൗൺ ടീം റെസ്പോൺസ് ആണ് അത് ക്ലീൻ ആക്കേണ്ടത്. നമുക്കറിയാം ഓരോ ലെവല് കൂടുന്തോറും എന്താണ്, കൂടി വരും അല്ലെ, ചോർച്ച കൂടിയാണ് വരുന്നത്. അപ്പോ ഫസ്റ്റ് ലെവലില് അവർക്ക് ഡിപ്പാർട്ട്മെന്റൽ ഉള്ള ഡ്യൂട്ടി ആയിരുന്നു അത് ക്ലീൻ ആക്കുക എന്നുള്ളത്. സെക്കൻഡ് ലെവലിലോട്ട് വരുമ്പോൾ എന്താണ്, കോഡ് ബ്രൗൺ ടീമിന്റെ റെസ്പോൺസ് ആണ് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇനി തേർഡ് ലെവലിലോ external response, a health or fire or environmental hazards that requires special clean up procedures, the fire departmental will respond. എന്താണ്, കുറച്ചുകൂടി അത് വലിയ രീതിയിലാണ് അല്ലെ ചോർച്ച ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ലെവലിനെക്കാട്ടിലും കൂടുതൽ വാതക ചോർച്ചകൾ കുറച്ചുകൂടി വലിയ രീതിയിലാണ്, ലാർജ് ആയിട്ടാണ് ചോർച്ചകൾ ലീക്കേജ് ഉണ്ടാകുന്നത്. അപ്പോ ഫയർ ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസ് ആണ് അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. മനസ്സിലായോ? ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസ് ആണ് അവിടെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ലെവലില് ഡിപ്പാർട്ട്മെന്റൽ റെസ്പോൺസ് ആയിരുന്നു. സെക്കൻഡ് ലെവലിൽ വരുമ്പോ കോഡ് ബ്രൗൺ ടീമിന്റെ റെസ്പോൺസ് ആയിരുന്നു. തേർഡ് ലെവലിൽ വരുമ്പോ ആ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ഫയർ ഡിപ്പാർട്ട്മെന്റിൽ വിൽ റെസ്പോണ്ട്. അവരുടെ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസ് ആണ് ഇത് ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ചോർച്ചകൾ ഉണ്ടാകുമ്പോൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ ആണോ? ആ 3 ലെവൽ ഒന്ന് വാങ്ങിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് കോഡ് പിങ്ക്. എന്താണ് കോഡ് പിങ്ക് എന്ന് പറഞ്ഞാല്? ഇൻഫന്റ് ഓർ എന്നാണ് കേട്ടോ. ഇൻഫന്റ് ഓർ ചൈൽഡ് അബ്ഡക്ഷൻ. ഓക്കെ, നമ്മൾ എന്താണ് തട്ടിക്കൊണ്ട് പോകുന്നത് അല്ലെ? ഓക്കെ, കോഡ് പിങ്ക് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കോഡ് പിങ്കും കോഡ് പർപ്പിളിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നോക്കാം. കോഡ് പിങ്ക് ഡിനോട്ട്സ് എ മിസ്സിംഗ് ചൈൽഡ് ഓർ ഇൻഫന്റ് in this hospital. അണ്ടർലൈൻ ചെയ്യാം. കോഡ് പിങ്ക് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? മിസ്സിംഗ് ചൈൽഡ് അല്ലെങ്കിൽ ഇൻഫന്റ് അല്ലെ, ഏറ്റവും ചെറിയ ജനിച്ച എന്താണ് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ന്യൂ ബോൺ ബേബീസ് കേട്ടോ. ന്യൂ ബോൺ ബേബീസ്, ഇൻഫന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈൽഡോ അല്ലെങ്കിൽ ഇൻഫന്റ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ജനിച്ചിട്ടുള്ള കുട്ടികൾ അല്ലെ. അപ്പൊ ജനിച്ചിട്ടുള്ള ന്യൂ ബോൺ ബേബീസിനെയാണ് ഇൻഫന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികളെയോ തട്ടിക്കൊണ്ട് പോകുന്ന ആ രീതിയാണ് നമ്മൾ അതിലെ ആ കോഡിനെയാണ് നമ്മൾ കോഡ് പിങ്ക് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കോഡ് പർപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അലേർട്സ് hospital staff to a missing child or child abduction. Some hospitals use the separate code called pink to denote the infant abduction. ഇവിടെ പറയുന്നത് കോഡ് പർപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 1 വയസ്സില് മുകളിലുള്ള കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഡ് പർപ്പിള്. ഇവിടെ നോക്കിയേ, കോഡ് പർപ്പിള് ഹോസ്റ്റേജ് ടേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഡുകൾ പറഞ്ഞപ്പോ അല്ലെ, കോഡ് പർപ്പിൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഹോസ്റ്റേജ് ടേക്കിംഗ്, തട്ടിക്കൊണ്ട് പോയിട്ട് ബന്ദിയാക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ പറയുന്നതാണ് കോഡ് പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്തരം മാത്രം പഠിച്ചു വെച്ചാൽ മതി. കോഡ് പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റേജ് ടേക്കിംഗ്. അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ കോഡ് പർപ്പിൾ പറഞ്ഞത് എന്താണ്? 1 വയസ്സിൽ മുകളിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് ബന്ദിയാക്കുന്നത്. അതുപോലെ കോഡ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുഞ്ഞു കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, കുഞ്ഞു കുട്ടികളെ ഇപ്പൊ 12 മാസത്തിൽ താഴെ വരുന്ന കുട്ടികളുടെ മിസ്സിങ്ങിനെയാണ് നമ്മൾ കോഡ് പിങ്കിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ കോഡ് പർപ്പിൾ എന്ന് പറയുന്നത് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ട് ബന്ദിയാക്കുന്നത്. അത്രയും കൺസെപ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, സം ഹോസ്പിറ്റൽസ് ആർ സെപ്പറേറ്റ് കോഡ്. പല പല ഹോസ്പിറ്റലുകൾ പല പല കോഴ്സുകളാണ്, സെപ്പറേറ്റ് കോഴ്സുകളാണ് യൂസ് ചെയ്യുന്നത്. കോഡ് പിങ്ക് ടു ഡിനോട്ട് ഇൻഫന്റ് അബ്ഡക്ഷൻ. അത്രയും പറയുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് പേജില് കോഡ് should also include clear details about the child, what they were there. അപ്പൊ ഈ കോഡുകൾ നമ്മൾ പറയുമ്പോൾ തട്ടിക്കൊണ്ട് പോയി ബന്ദിയാക്കുന്നത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നില്ല, വാർത്തയിലൊക്കെ കാണാം. ഇന്ന വസ്ത്രമാണ്, ഇത്ര ഹൈറ്റ് ഉണ്ട്, നിറം ഇങ്ങനെയാണ് അല്ലെ, എന്താണ് ഡ്രസ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും ആയിരുന്നു, അല്ലെങ്കിൽ യെല്ലോ കളർ ഡ്രസ്സാണ് പെൺകുട്ടി ധരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോട്ടോ സഹിതമൊക്കെ നമ്മൾ കാണാറുണ്ട്. പേപ്പറിലായാലും പത്രങ്ങളിലായാലും കാണുന്നവര് അല്ലെങ്കിൽ കാണുന്നവരെ ഒന്ന് അറിയിക്കാം, ഈ നമ്പറിൽ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ കോഡ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ചൈൽഡിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും എന്തൊക്കെയാണ്? വാട്ട് ദേ വെയർ വെയറിങ്, അവരെന്താണ് തട്ടിക്കൊണ്ട് പോകുന്ന ആ സാഹചര്യത്തിൽ എന്താണ് ആ കുട്ടി ധരിച്ചിരിക്കുന്നത്, ഏത് വസ്ത്രങ്ങളായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങള്. ലാസ്റ്റ് സേ, എന്താണ് ലാസ്റ്റ് എവിടെയാണ് കണ്ടത്. അതുപോലെ തന്നെ ആൻഡ് ഓഫ് അപ്ലിക്കേഷൻ ക്ലിയർ ഡീറ്റെയിൽസ് ഓഫ് ഹൂ ദേ വേർ ലാസ്റ്റ് സീൻ വിത്ത്, എന്താണ് ആരുടെ കൂടെയാണ് കുട്ടിയെ ലാസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കോഡുകളിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, കുട്ടി എന്തൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്, ഏത് ഡ്രസ് ആയിരുന്നു, അതുപോലെ ലാസ്റ്റ് എവിടെയാണ് കണ്ടത്, ആരുടെ കൂടെയാണ് ലാസ്റ്റ് കണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കോഡില് ഇൻക്ലൂഡ് ആണ്. In most situation, the hospital will initiate a lockdown while searching for the child to prevent anyone from leaving the building with them. അപ്പൊ എന്താണ്, നമ്മൾ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലുകളിൽ അറിഞ്ഞു കഴിഞ്ഞാല് ഈ കോഡ് നമ്മൾ അലേർട്ട് ആയിട്ട് കൊടുക്കും അല്ലെ. അലേർട്ട് കോഡുകൾ നമ്മൾ പറയാം. അതിനുശേഷം എന്താണ്, ഈ ഹോസ്പിറ്റലിൽ ലോക്ക്
ലോക്ക്ഡൌൺ ഏർപ്പാടാക്കും. ഓക്കെ, മനസ്സിലായോ? ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നു. എന്താണ്? പുതിയ തിരിയുന്നതിന് വേണ്ടിയിട്ട് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. പിന്നീട് മറ്റാരെയും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് വിടാനായിട്ട് വരില്ല, ഇടവരുത്തുന്നില്ല. ഇനി നമുക്ക് തിരയാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ആരാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും കുട്ടിയെ തിരിയുകയും വേണം. അതുകൊണ്ട് തന്നെ എന്താണ്, ഹോസ്പിറ്റലിന് പുറത്തേക്ക് ആ ലോക്ക്ഡൌൺ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റാരെയും പുറത്തേക്ക് വിടില്ല. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് ഈ കോഡ് പിങ്കില് വരുന്നത് കേട്ടോ. കോഡ് പർപ്പിളും അതിനകത്ത് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ പർപ്പിള് പോസിറ്റീവ് ടേക്കിംഗ് എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇവിടെ പറയുന്നതാണ്, അതിന്റെ ഡിഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് മനസ്സിലാക്കി വെക്കാം. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് പോസിറ്റീവ് ടേക്കിംഗ് ആണ് കേട്ടോ. ക്ലിയർ ആയോ? ഈ കോഡ് പിങ്കിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. കോഡ് ഓറഞ്ച് എന്താണ്? കോഡ് ഓറഞ്ച് അലേർട്ട്. Hospital has been notified that the disaster has occurred in the community. No casualties are arriving yet. അപ്പൊ എന്താണ് കോഡ് ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിൽ ഒരു ദുരന്തം സംഭവിച്ചതായിട്ട് ആശുപത്രിയെ അറിയിക്കാനായിട്ടാണ് ഇത് കോഡ് ഓറഞ്ച് ഉള്ളത്. മനസ്സിലായോ? കോഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ ഒരു ദുരന്തം സംഭവിച്ചതായിട്ട് ആശുപത്രിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്താണ്? കാഷ്വാലിറ്റീസ് ആർ അറൈവിംഗ് യെറ്റ്. ഇതുവരെ ആളഭയം ഒന്നും ഉണ്ടായിട്ടില്ല.
പ്രത്യേകമായിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ എന്താണ്, സമൂഹത്തിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശുപത്രിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കോഡ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഇനി അതിനകത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞ്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? The hospital is receiving less than 4 casualties. എന്താണ്? 4 less than 4 എന്നാണ് അല്ലെ. 4 താഴെ കാഷ്വാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഹിതങ്ങൾ മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 4 താഴെ ഉള്ള അത്യാഹിതങ്ങൾ മാത്രമേ റിസീവ് ചെയ്തിട്ടുള്ളൂ. അതാണ് ലെവൽ 1. 4 താഴെയുള്ള അത്യാഹിതങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുള്ളൂ. ഇനി എന്താണ് ലെവൽ 2? The hospital is receiving more than 3 major casualties and or the number of victims or severity of injuries will require additional staffs and resources. അപ്പൊ എന്താണ് ലെവൽ 2 പറയുന്നത്? 3 മോർ ദാൻ 3 4 കൂടുതൽ എന്താണ് അത്യാഹിതങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതില് കൂടുതൽ മോർ ദാൻ 3 മേജർ കാഷ്വാലിറ്റി അല്ലെ, മോർ ദാൻ 3 അത്യാഹിതങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിക്ടിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇരയായവർ, ആ ദുരന്തത്തിന് ഇരയായവരും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള സിവിയറിറ്റി, തീവ്രത. സിവിയറിറ്റി മീൻസ് തീവ്രത. ഓക്കെ, ഇരയായവരും അതുപോലെ തന്നെ തീവ്രത കൂടുതലായിട്ട് മുറിവേറ്റ അവരും അവർക്കും എന്ത് ആവശ്യമാണ്? അഡീഷണൽ ആയിട്ടുള്ള സ്റ്റാഫുകളും റിസോഴ്സസുകളും ആവശ്യമാണ്. ഓക്കെ, അപ്പൊ മോർ ദാൻ 3 3 കൂടുതൽ അത്യാഹിതങ്ങളാണ് റിസീവ് ചെയ്തിട്ടുള്ളത് ലെവൽ 2. അതുപോലെ തന്നെ ആ ദുരന്തത്തിന് ഇരയായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ കൂടുതൽ എന്താണ് ഇഞ്ചുറീസ് സംഭവിച്ച അവർക്കും എന്താവശ്യമാണ്? അവിടെ സ്റ്റാഫിന്റെ കെയർ കൂടുതൽ അവർക്ക് ആവശ്യമാണ്. അതിനുള്ള റിസോഴ്സസുകൾ അല്ലെ, അവർക്ക് കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള റിസോഴ്സസുകളും അവർക്ക് ആവശ്യമാണ്. ഇനി ലെവൽ 3 എന്താണ്? ലെവൽ 3 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, the hospital is receiving more than 3 major casualties and or the number of victims or severity of injuries will require additional staffs and resources, and normal hospital routines will be disrupted എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സപ്പെടുക, തടസ്സം വരുന്നു. ഡിസ്ട്രപ്റ്റഡ് കോഡ് ഓറഞ്ച് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. നമ്മൾ പറഞ്ഞു ലെവൽ 2 പോലെ തന്നെയുള്ള കണ്ടീഷനാണ് അവിടെ പറയുന്നത്. മോർ ദാൻ 3 അല്ലെ, 3 കൂടുതൽ അത്യാഹിതങ്ങളാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദുരന്തങ്ങൾക്ക് ഇരയായിട്ടുള്ളവർക്കും നല്ല രീതിയിൽ ഇഞ്ചുറീസ് സംഭവിച്ചവർക്കും അഡീഷണൽ ആയിട്ടുള്ള സ്റ്റാഫും അതുപോലെ തന്നെ റിസോഴ്സസുകളും ആവശ്യമാണ്. നല്ല രീതിയിൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകളും റിസോഴ്സസുകളും ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്? നോർമൽ ഹോസ്പിറ്റൽ റുട്ടീൻ അല്ലെ, നോർമൽ ആയിട്ട് പോകുന്ന ഹോസ്പിറ്റൽ റുട്ടീനില് ഡിസ്ട്രപ്റ്റഡ്, തടസ്സം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ലെവൽ 3 ആകുമ്പോ കൂടുതലായിട്ട് കെയർ കൊടുക്കേണ്ട പേഷ്യൻസ് ആണല്ലേ വരുന്നത്. ഇരയായവരുണ്ടാവും, അതുപോലെ തന്നെ ഇഞ്ചുറീസ് സംഭവിച്ചവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കൂടുതലായിട്ട് സ്റ്റാഫുകൾ വേണം, കൂടുതലായിട്ടുള്ള റിസോഴ്സസുകൾ, എക്യുപ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ലെവൽ 3 നമുക്കറിയാം, ഓരോ ലെവൽ കൂടുന്നതും തീവ്രത കൂടിയാണ് വരുന്നത്. അപ്പോ നോർമലായിട്ട് നടക്കുന്ന ഹോസ്പിറ്റലിന്റെ റുട്ടീനില് തടസ്സം സംഭവിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോ നമ്മൾ പറഞ്ഞത് കോഡ് ഓറഞ്ച് അലേർട്ട് ആണ്. കോഡ് ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു ദുരന്തം സംഭവിച്ചതായിട്ട് ഹോസ്പിറ്റലിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? കോഡ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് നോ കാഷ്വാലിറ്റീസ് ആർ അറൈവിംഗ് യെറ്റ്. എന്താണ്? ഇതുവരെ
വലിയ രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ലെവൽ 3 വരെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലെവൽ 1 പറയുന്നത് ഹോസ്പിറ്റൽ ഈസ് റിസീവിംഗ് ലെസ് ദാൻ 4 കാഷ്വാലിറ്റി. എന്താണ്? 4ൽ താഴെയുള്ള അത്യാഹിതങ്ങളാണ് അവിടെ റിസീവ് ചെയ്തിട്ടുള്ളൂ. ഇനി ലെവൽ 2 ആകുമ്പോഴോ മോർ ദാൻ 3 അല്ലെ, 3ൽ മുകളിലുള്ള അത്യാഹിതങ്ങളാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ഇരയായവരും കൂടുതൽ ഇഞ്ചുറീസ് സംഭവിച്ചവരെയും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് അവർക്ക് എന്താണ് കൂടുതൽ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റാഫുകളുടെ കെയറിംഗ് റിസോഴ്സസുകളും അത്യാവശ്യമാണ്. കെയർ കൊടുക്കാൻ വിധത്തില് സ്റ്റാഫുകളും റിസോഴ്സസുകളും അത്യാവശ്യമായിട്ട് വേണ്ടതുണ്ട്. ഇനി എന്താണ് ലെവൽ 3 എന്ന് പറഞ്ഞാലും മോർ ദാൻ 3, 3ൽ കൂടുതൽ അത്യാഹിതങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള എന്താണ് ഇരയായവർക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇഞ്ചുറി പരിക്കേറ്റവർക്കും കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള അഡീഷണൽ സ്റ്റാഫുകളും റിസോഴ്സുകളും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ എന്താണ് ലെവൽ 3 ആകുമ്പോൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പോ ഹോസ്പിറ്റലുള്ള നോർമൽ ഹോസ്പിറ്റൽ റുട്ടീൻസിൽ തടസ്സം വരുന്നുണ്ട്. ഇനി പറയുന്നത് കോഡ് ഓറഞ്ച് ടൗൺ കാർഡ്. ഓക്കെ, the hospital is no longer accepting new casualties, but the staff continue to care for those currently receiving treatment. ഇവിടെ പറയുന്നത് എന്താണ്? no longer accepting new casualties. പുതിയ അത്യാഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം എന്താണ്? സ്റ്റാഫ് കണ്ടിന്യൂ കെയർ ദോസ് കറന്റ്ലി റിസീവിംഗ്. അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, അവിടെയുള്ള പേഷ്യൻസിന് എന്ത് കൊടുക്കണം? സ്റ്റാഫുകൾ കണ്ടിന്യൂ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ പേഷ്യൻസ് വന്നു കഴിഞ്ഞാലേ അവരെ നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെ. നല്ല രീതിയിലുള്ള ആ പുതിയ അത്യാഹിതങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയ പേഷ്യൻസ് ആരൊക്കെയാണോ അവർക്ക് എങ്ങനെയാണോ കെയർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ രീതി തുടർന്നു കൊണ്ടുപോകണം. ഇനി എന്താണ്? കോഡ് ഓറഞ്ച് ഡീകണ്ടാമിനേഷൻ നോക്കണം കേട്ടോ. ഡീകണ്ടാമിനേഷൻ ഇവിടെ പകുതി കൊടുത്തിട്ടുള്ളേ. കോഡ് ഓറഞ്ച് ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എ കെമിക്കൽ, ബയോളജിക്കൽ, ന്യൂക്ലിയർ ആൻഡ് ഓർ radioactive disaster has occurred. Lockdown and decontamination procedure need to be implemented. ഇനി എന്താണ്? ഹോസ്പിറ്റലില് കെമിക്കല്, ബയോളജിക്കല്, ന്യൂക്ലിയർ, റേഡിയോ ആക്റ്റീവ് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലോക്ക്ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള എന്താണ് അണുക്കള് അല്ലെ, ബയോളജിക്കൽ ആയാലും കെമിക്കൽ ആയാലും റേഡിയോ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അവിടെ എന്താണ് ഡീകണ്ടാമിനേഷൻ അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. ക്ലീൻ ചെയ്യണം അല്ലെ. മലിനമായി കിടക്കുന്നത് അണുക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യണം അല്ലെ. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊസീജിയർ, ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയറും നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? കോഡ് ഓറഞ്ച് ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ, ബയോളജിക്കൽ, ന്യൂക്ലിയർ, റേഡിയോ ആക്റ്റീവ് ഡിസാസ്റ്റർ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ലോക്ക്ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ ഡീകണ്ടാമിനേഷൻ പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? അതാണ് കോഡ് ഓറഞ്ചിൽ വരുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇത്ര വരെ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇത്ര വരെ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.